നമസ്കാരം. ചോദ്യങ്ങളോട് അസഹിഷ്ണുതയില്ലാത്ത ആളാണല്ലോ സതീശൻ എന്ന് ആര് പറയുന്നു? സ്വയം പറയാറുണ്ട്. നിങ്ങൾ എത്ര ആവർത്തി കേട്ടിരിക്കുന്നു? എൻ്റെ അടുത്ത് ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയനോട് ചോദിക്കുമോ എന്നുള്ള കാര്യം. ഇപ്പോ നിങ്ങൾ സതീശന്റെ ഒരു പ്രതികരണം കാണിക്കാൻ പോവുകയാണ്. നിലമ്പൂരിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞിട്ട് അതുമായി ബന്ധപ്പെട്ട് ഉയർന്ന രാഷ്ട്രീയ സംഭവവികാസങ്ങൾ, അത് അൻവറിന്റെ പ്രതികരണം, ജോയിയുടെ പ്രശ്നം, ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ തമ്മിൽ ഒരു ഡീലുള്ളത്, അത് ബ്രേക്കപ്പ് ചെയ്താൽ ഒരു വ്യക്തിക്ക് സ്വാഭാവികമായിട്ട് എന്തുണ്ടാകും? വല്ലാത്ത അസ്വസ്ഥതയുണ്ടാകും. ആ ദൃശ്യം നിങ്ങളൊന്ന് കൃത്യമായി കണ്ടേ. നിങ്ങൾ എവിടെയെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന വ്യക്തി ഏതെങ്കിലും മാധ്യമങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ ഇത്രമാത്രം വെപ്രാളം പിടിച്ച്, ഇത്രമാത്രം ദേഷ്യപ്പെട്ട്, ഇത്രമാത്രം മോശമായ ഒരു ശരീരഭാഷയിൽ പ്രതികരിച്ചിട്ടുണ്ടോ എന്ന് ആലോചിക്കുന്നിടത്ത് സതീശനും അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി നടക്കുന്ന കുറെ വലതുപക്ഷ മാധ്യമങ്ങൾ അല്ലെങ്കിൽ സംഘപരിവാർ മാധ്യമങ്ങൾ ചമയ്ക്കുന്ന കഥകൾക്കപ്പുറം ഒരു രാഷ്ട്രീയ നേതാവിന് ചേർന്നതാണോ ഈ മെഴുകലെന്നും ഈ രീതിയിലുള്ള വർത്തമാനമെന്നും നിങ്ങളൊന്ന് നോക്കിയേ. ഒരു ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം മറുപടി പറയാൻ വന്നപ്പോഴാണ് നിങ്ങൾ എത്ര ചോദ്യമായി, അതിന് ചോദിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ കുറെ ചോദ്യമായി, അൻവറിന്റെ ചോദ്യം ചോദിക്കേണ്ടതില്ല, ഇങ്ങനെ സതീശന്റെ ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ആ ലിസ്റ്റും പ്രകാരമുള്ള ചോദ്യങ്ങൾ കിട്ടാത്തത് കൊണ്ട് അദ്ദേഹം കാട്ടിക്കൂട്ടുന്ന ആ കോപ്രായങ്ങളൊന്ന് കണ്ടേ. നിങ്ങൾ ഇത്രയും വേഗത്തിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിട്ട് എന്തൊരു ചോദ്യമാണിത്? ഇതിനേക്കാൾ വേഗത്തിൽ ആരാണ് സ്ഥാനാർത്ഥിത്വം? അല്ലല്ലേ, അത് ഞങ്ങൾ പറഞ്ഞു അത് സൺഡേ ആണെന്ന് ഞാൻ പറഞ്ഞു. സൺഡേ ആണെന്ന് ഞാൻ പറഞ്ഞു. 2-3 മണിക്കൂർ വൈകിയാണ്. സൺഡേ ആണെന്ന് ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞു. സൺഡേ ഇന്നലെ ACC ഇല്ല. വേറൊന്നും ചോദിക്കാനില്ലെങ്കിൽ വേറെ വല്ല ചോദിക്കുക നിങ്ങൾ. അത് ഞങ്ങൾ തീരുമാനം എടുത്തിട്ടുണ്ടല്ലോ. അദ്ദേഹം UDF-ന്റെ ഭാഗമാകും എന്നുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. അതെങ്ങനെയാണ് UDF-ന്റെ ഭാഗമാകേണ്ടതെന്ന് എല്ലാവരോടും ചർച്ച ചെയ്ത് തീരുമാനം അത് ഉടൻ തന്നെ പ്രഖ്യാപിക്കും. ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞല്ലോ. തീർച്ചയായിട്ടും ഞങ്ങൾ അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹം ഇന്നലെ നിങ്ങളോടല്ലേ പറഞ്ഞത്, ഏത് UDF സ്ഥാനാർത്ഥി വന്നാലും ആ UDF സ്ഥാനാർത്ഥി വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും, അദ്ദേഹത്തിന് പിന്തുണ ഉണ്ടാവുന്ന അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ ഇന്നലെ. അത് നിങ്ങളുടെ സാങ്കല്പികമായ ചോദ്യങ്ങളല്ല. അതിനൊക്കെ ഞാനെങ്ങനെ മറുപടി പറയുന്നത്? നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ച് സാങ്കല്പികമായി ഒരു ചോദ്യം ഉണ്ടാക്കി എന്നോട് ചോദിച്ചിട്ട് ഞാൻ എന്നിട്ട് മറുപടി പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതെന്ത് ചോദ്യമാണ്? അല്ലെന്ന് ഞങ്ങൾ പറഞ്ഞില്ലേ, കോൺഗ്രസ് പ്രസിഡന്റ് തിരിച്ചെത്തേണ്ട അദ്ദേഹം ഒപ്പിടേണ്ടതിന്. അദ്ദേഹം ഡൽഹിയിൽ എത്താനുള്ള താമസമാണ് ഉണ്ടായത്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വല്ല അറിവുണ്ടോ? കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറിയാണ്. അത് റിലീസാണ്. അത് കോൺഗ്രസ് പ്രസിഡന്റിന്റെ തീരുമാനമാണ്. കോൺഗ്രസ് പ്രസിഡന്റിന്റെ തീരുമാനം എല്ലാം സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി വഴിയാണ് റിലീസാകുന്നത്. ഇങ്ങനത്തെ എന്ത് ചോദ്യമാണ്? ഒരു ചോദ്യം ചോദിക്കാൻ വേണ്ടി ചോദിക്കല്ലേ. ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം UDF-ന്റെ ഭാഗമാക്കാൻ UDF തീരുമാനിച്ചിട്ടുണ്ട്. അദ്ദേഹം UDF-ന്റെ ഭാഗമാവും. പിന്നെ ആ ചോദ്യത്തിന് പ്രസക്തിയില്ലല്ലോ. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, അത് ഞാൻ തന്നെ അടുത്ത ദിവസം പ്രഖ്യാപിക്കും. അത് തീരുമാനം ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അതിന്റെ ഒരു സാങ്കേതികമായ മറ്റു കാര്യങ്ങൾ, അത് എങ്ങനെയാണ് അദ്ദേഹത്തെ മുന്നണിയിൽപ്പെടുത്തുന്നത് എന്നുള്ള കാര്യം അടുത്ത ദിവസം ഞാൻ പ്രഖ്യാപിക്കും. അദ്ദേഹം ഇന്നലെ നിങ്ങളോടല്ലേ പറഞ്ഞത്, കോൺഗ്രസ് ഏത് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാലും ആ സ്ഥാനാർത്ഥിക്ക് ഞാൻ പിന്തുണ നൽകുമെന്ന് അദ്ദേഹം പറയില്ലേ. നിങ്ങൾക്ക് ഒന്നും കിട്ടാൻ നിങ്ങളുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ വിചാരിച്ച് കോൺഗ്രസിന് ഭയങ്കരമായ പ്രശ്നം ഉണ്ടായി വാർത്ത ഉണ്ടാവും എന്ന് വിചാരിച്ചു. അത് നടന്നില്ല. അന്നാ പിന്നെ അൻവർ വെച്ച് വാർത്തയൊക്കെ ഉണ്ടാക്കി. ഒരു വാർത്ത ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. നിങ്ങൾ പാലക്കാട് ആദ്യത്തെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക, നിങ്ങൾ ചോദിക്കാൻ പാടില്ല. ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ചോദിക്കാൻ പാടില്ല. നിങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ സംസാരിക്കില്ല. അതൊക്കെ ഒരു മര്യാദയുടെ പ്രശ്നമാണ്. ഞാൻ പറയും, നിങ്ങൾ ഈ ചോദ്യം ഇപ്പം നിങ്ങൾ അൻവർ വെച്ചുകൊണ്ട് ചോദിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ പാലക്കാട് എന്തൊക്കെയാണ് ചെയ്തത്? ആദ്യത്തെ ആഴ്ച കുറേ പേര്, എല്ലാവരും അല്ല, കുറച്ച് പേര് എന്തൊക്കെയാണ് ചെയ്തത്? വല്ല സംഭവിച്ച ഇത് അതുപോലെ തന്നെ വലിയ ഭൂരിപക്ഷത്തിൽ നിലമ്പൂരിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ശ്രീ ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കും. ഇത് കോൺഗ്രസിന്റെ തീരുമാനമാണ്, പാർട്ടി തീരുമാനമാണ്. ഞങ്ങൾ എല്ലാ ഘടകകക്ഷികളോടും കൂടി ആലോചിച്ചെടുത്ത ഒരു തീരുമാനം കൂടിയാണ്. UDF-ന്റെ സ്ഥാനാർത്ഥിയാണ് ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്ത്. അത്രയേ ഉള്ളൂ. എനിക്കറിയില്ല. നിങ്ങൾക്ക് വേറെ ഒന്നും ചോദിക്കാനില്ലേ?
നിങ്ങൾക്ക് വേറെ നിങ്ങളൊരു 10 ചോദ്യം ചോദിച്ചു, 10 പ്രാവശ്യം ഞാൻ മറുപടി പറഞ്ഞു. നിങ്ങൾ അത് തന്നെ എന്നോട് ആദ്യം ചോദിച്ച ചോദ്യം തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുക. അത് ഞാൻ മുഖ്യമന്ത്രിയെ പോലെ എന്നെ ആക്കല്ലേ. നിങ്ങൾ ഇത്രയും മര്യാദയായിട്ട് എന്നെ അതുപോലെ ആക്കല്ലേ. അല്ല, അതുപോലെ ആക്കല്ലേ എന്നെ. നിങ്ങൾ ദേഷ്യപ്പെടുത്തില്ലേ. നിങ്ങൾ ഒരേ ചോദ്യം 10 പ്രാവശ്യം ചോദിച്ചിട്ട് ഞാൻ 10 പ്രാവശ്യം മറുപടി പറഞ്ഞു. എന്നിട്ട് ഈ അതേ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുക. നോനോ, താങ്കൾ തന്നെ 7 പ്രാവശ്യം ചോദിച്ചു. വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? വേറെ എന്തെങ്കിലും ചോദിക്കാം. വേറെ ഏതെങ്കിലും ചോദ്യം ഉണ്ടോ? എങ്ങനെ അവിടെ ഒരു സ്ഥാനാർത്ഥിയെ നിലമ്പൂരിൽ മത്സരിപ്പിക്കുന്നത് രാഷ്ട്രീയ കുഴപ്പമുണ്ട്. സംസ്ഥാന സെക്രട്ടറി അടക്കം സംസ്ഥാന കമ്മിറ്റി എടുത്തൊരു നിലപാടിലേക്ക് വരുന്നതില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം വന്നൊരു വാർത്താക്കുറിപ്പ് അടക്കം സൂചന ചിലപ്പോൾ സ്ഥാനാർത്ഥി ഉണ്ടാകില്ല എന്നാണ്. അവര് തീരുമാനിക്കട്ടെ, അവർ സ്ഥാനാർത്ഥിയെ നിർത്തണോ വേണ്ടേന്ന്. അവർക്ക് അവിടെ വലിയ വോട്ടിംഗ് പെർസെന്റേജ് എന്നുള്ള സ്ഥലമല്ല. അവര് നിർത്തട്ടെ. അവർ നിർത്താതെ നമുക്ക് അന്വേഷിക്കാം എന്താ അതിന്റെ കാര്യമൊന്നും. എല്ലാ ബൈ ഇലക്ഷനിലും അവർ സ്ഥാനാർത്ഥിയെ നിർത്താറുണ്ട്. അത് എന്തെങ്കിലും ധാരണ വേറെ ആരെങ്കിലുമായിട്ട് ഉണ്ടാക്കിയിട്ടാണോ അവർ തീരുമാനം വരട്ടെ. തീരുമാനം വരുന്നതിന് മുമ്പ് എന്നെ പോലെ ഒരാൾ കമന്റ് ചെയ്യുന്ന ശരിയാണോ? വേറൊരു രാഷ്ട്രീയ പാർട്ടിയെ കുറിച്ച് നിങ്ങൾ അല്ലാത്തൊരു ഒരു ചോദ്യം ചോദിച്ചില്ലല്ലോ. അല്ലല്ല, ചോദിക്കട്ടെ, വെയിറ്റ്. നിങ്ങൾ ഇന്ന് എന്നെ ആദ്യമായിട്ട് കാണുമല്ലേ? കരുവന്നൂരിൽ ED അന്വേഷണം ഏർപ്പെടുത്തിയിട്ട് നിങ്ങൾ ഒരൊറ്റ ആള് ഒരു ചോദ്യം എന്നോട് ചോദിച്ചില്ല. അതെന്താ ചോദിക്കാത്ത? നിങ്ങൾക്ക് അതൊന്നും അല്ല ഇൻട്രസ്റ്റ്. നിങ്ങൾക്ക് കോൺഗ്രസിൽ കുഴപ്പമുണ്ടെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നിങ്ങളത് കാണിക്കുക. ഒന്നും കിട്ടിയില്ല, നിങ്ങൾക്ക് ഒന്നും കിട്ടുകയില്ല. ഇനി മുതൽ ഒന്നും കിട്ടില്ല. വേറെ അത് വെച്ചുകൊണ്ട് രാവിലെ ഇറങ്ങണ്ട. ഒന്നും കിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, കോൺഗ്രസിന്റെ പുറകെ നടക്കണ്ട. മുഖ്യമന്ത്രി പിണറായി വിജയൻ കാണിക്കുന്നത് ധാർഷ്ട്യം, ധിക്കാരമൊക്കെയാണ്. ഇതിന് പ്രത്യേകിച്ചൊന്നുമില്ല. ഇത് ഈ നാട്ടിലെ മേനോമാർക്കെല്ലാം ഞങ്ങൾ പതിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനെ ഞങ്ങൾ അങ്ങ് ആസ്വദിക്കും. അതിനെ ഒരിക്കലും ഞങ്ങൾ നെഗറ്റീവായിട്ട് ചിത്രീകരിക്കത്തേയില്ല. അഹങ്കാരത്തിന്റെ മൂർത്തിമത് ഭാവമാണ്. ചോദ്യങ്ങൾ അദ്ദേഹം പ്ലാൻ ചെയ്ത കണക്ക് കിട്ടിയില്ലെങ്കിൽ അദ്ദേഹം ഏതൊക്കെ രീതിയിൽ മുഖ്യമന്ത്രിയെ പോലെ എന്നെ ആക്കരുതെന്നാണ്. ഈ അടുത്ത കാലത്ത് നിങ്ങൾ പല മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനങ്ങൾ കണ്ടു. ചില കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അനിഷ്ടമുണ്ടാകുന്നെങ്കിൽ പോലും ശരീരഭാഷയോ അദ്ദേഹത്തിന്റെ മാനറിസമോ ഒന്നും അതിര് കടന്ന് പോകാറില്ല. നിയന്ത്രിച്ചുകൊണ്ട് ശബ്ദം ഘടിപ്പിച്ചാണ് മറുപടി പറയാറുള്ളത്. പക്ഷെ ഇതാണെങ്കിൽ നോക്കിയേ, മൊത്തത്തിൽ കിടന്നങ്ങ് മെഴുകുകയാണ്. അദ്ദേഹത്തിന്റെ നോട്ടം, സംസാരം, മുഖഭാവങ്ങൾ, ശരീരത്തിന്റെ ചലനങ്ങൾ, ഇത് മുഴുവൻ ശ്രദ്ധിച്ച് ഒരു സ്വാഭാവികമായിട്ട് മറുപടി പറയുന്ന, പക്വതയോടുകൂടി പ്രതികരിക്കുന്ന വ്യക്തിയുടെ ശരീരഭാഷയാണോ അത്? ഒരാൾ ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരമില്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് പറയാം. ഇതുപോലുള്ള കുറെ ഡയലോഗ് അടിച്ച് നിർത്താതെ, അതായത് ആ ചോദ്യത്തിനുള്ള മറുപടി പറഞ്ഞു നിർത്താതെ, അല്ലെങ്കിൽ പിന്നീട് അടുത്ത അയാളുടെ ചോദ്യം അഭിമുഖീകരിക്കാതെ അടുത്ത ആളിലേക്ക് മുഖം തിരിച്ചു പോവുക. ആ ചോദിക്കൂ. നമ്മുടേതായിട്ട് കുറച്ച് ആൾക്കാരെ ചാവേറായിട്ട് ഇതിന്റെ ഇടയിൽ നിർത്തിയിട്ടുണ്ടല്ലോ. അവരുടെ ചോദ്യങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്. അതിന് വാരി ഒഴിച്ച് ഉത്തരം പറഞ്ഞതിന് ശേഷം മുങ്ങിപ്പോകുന്നതാണ് പതിവ് വാർത്താ സമ്മേളനം. എന്നാൽ ഇവിടെ പെട്ടപ്പോൾ എന്താണ് അവസ്ഥയെന്നാണ് നിങ്ങൾ കണ്ടത്. ഇത്രയേ ഉള്ളു സതീശൻ. വാചാടോപങ്ങൾക്കപ്പുറം അദ്ദേഹം യഥാർത്ഥത്തിൽ എന്താണ് മാധ്യമ കോലുകൾക്ക് മുന്നിൽ ചെയ്യുന്നത്, ക്യാമറകൾക്ക് മുന്നിൽ വിദഗ്ധമായി എങ്ങനെയാണ് അഭിനയിക്കുന്നത് എന്നതിന്റെ തെളിവാണ്. എന്നിട്ട് ഒരു എല്ലില്ലാത്ത നാവ് കൊണ്ട് ഡയലോഗ് അടിച്ച് നിൽക്കുന്നു എന്നതിനപ്പുറം വെറും ഡയലോഗ് അടി സതീശൻ എന്ന് എന്തുകൊണ്ട് വിളിക്കേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ പറയുന്നതൊന്നുമല്ല പ്രവർത്തിക്കുന്നത്. അല്ലെങ്കിൽ 24 മണിക്കൂറിനകത്ത് കാൻഡിഡേറ്റ് വരുമെന്ന് പറഞ്ഞ് 48 മണിക്കൂർ കഴിഞ്ഞു. അത് ഞായറാഴ്ചയായിരുന്നു. അത്രേ ഞായറാഴ്ചയിലെ മണിക്കൂറുകൾ നമ്മൾ കൂട്ടൂല. അന്ന് AICC ഇല്ല. AICC അന്നത്തെ ദിവസം എല്ലാം മറ്റേ രാഹുൽ ഗാന്ധിയുടെ ഒരു വീഡിയോ പുറത്തു വന്നിരുന്നല്ലോ. എവിടെയൊക്കെ പോയി എല്ലാവരും അന്നത്തെ ദിവസം രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ നിർത്തിവെച്ചിട്ട് ഒരു റിലാക്സേഷൻ മൂഡിലാണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വ്യക്തി പറയുന്ന വാക്കിന് എത്രമാത്രം കൃത്യത പാലിക്കുന്നുണ്ട് എന്നതിന്റെ ഒരു ഉദാഹരണം കൂടിയായി മാറുകയാണ് ആ വാർത്താ സമ്മേളനം എന്ന് പറയേണ്ടി വരികയാണ്. എന്തായാലും നിലമ്പൂരിൽ അങ്ങനെ പെട്ടെന്ന് കാര്യങ്ങൾ ഓക്കെ ആകില്ല. ആര്യാടൻ ഷൗക്കത്തിനെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും PV അൻവറിനെ തളയ്ക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് എത്രത്തോളം ഫലവത്താകും, അതിനൊരു തീരുമാനമാകാത്തത് കൊണ്ടാണ് അത്തരം ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് കട്ട് ആൻഡ് റൈറ്റ് മറുപടികൾ പറയാൻ കഴിയാത്തത്. അതിനുവേണ്ടി മെഴുകി തുടിക്കുന്നത് കാണാൻ എന്തൊരു ചേലാണ് അല്ലേ?